ഞാൻ സുധീഷ് മാത്യു, ലൈഫ് കെയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റായി വന്നിരിക്കുന്നത് ഫ്ലെമി എബ്രഹാം സാറാണ്. സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വാക്കുകളുണ്ട്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖലയാണെങ്കിലും ഒരു വലിയ നിരയുന്നുണ്ട്. അതുകൊണ്ട് സാറിനോട് തന്നെ ഞാൻ നേരിട്ട് ചോദിക്കാം. സാർ, വെൽക്കം സാർ. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് നിങ്ങൾ നൽകിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. എൻ്റെ ലൈഫ് കൂടുതലും ഞാൻ ചെലവഴിച്ചിരിക്കുന്നത് പ്രവാസികളായിട്ടുള്ള, അത് കേരളത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരും നമ്മുടെ പ്രവാസികളാണല്ലോ. വിദേശ രാജ്യത്ത് മാത്രമല്ല, ഞാൻ ഇപ്പം ബേസ് ചെയ്തിരിക്കുന്ന ഡൽഹിയിലാണ്. അതിനു മുമ്പേ വിദേശ രാജ്യത്ത് ദുബായിലും ഖത്തറിലും ഒക്കെ ആയിരുന്നു. അവരുടെ പല പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അന്നൊരു കൗൺസിലറായിട്ടായിരുന്നു നമ്മുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു ഗൈഡൻസ്, കാരണം കൗൺസിലിംഗ് കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ അവരെ അതിൽ നിന്ന് ഒരു വേ ഔട്ട് കൊടുക്കാൻ പറ്റും. വേ ഔട്ട് കൊടുക്കുമ്പോൾ പല നിലകളിലുണ്ട്. നമ്മുടെ വാക്കുകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അവരെ സഹായിക്കുക, ഒരാളൊരു പ്രശ്നം നേരിടുന്നെന്ന് വിചാരിച്ചു, അതിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു എന്നതുകൊണ്ട് അത് തീരുന്നില്ല. ആ സൊല്യൂഷനിലോട്ട് അവരെ ഒന്ന് കൈപിടിച്ച് നടത്താനും ആ സൊല്യൂഷനിൽ അതൊരു പ്രാക്ടിക്കലായിട്ട് അവരുടെ ലൈഫിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും നമ്മളൊരു എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. ആ എഫേർട്ട് എടുക്കുന്നതിനോടനുബന്ധിച്ച് പല ചാനലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു, പല വിൻഡോസ് ഉണ്ടാകേണ്ടി വന്നു. അതിൽ ഞങ്ങൾക്ക് NGOs ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്സ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO ഉണ്ട്. അത് കൂടുതലും വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ രംഗത്താണ്, എഡ്യൂക്കേഷൻ രംഗത്താണ്. ഈ മെഡിക്കൽ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയാനകമായിട്ട് ഇന്ത്യ മാത്രമല്ല ലോകമെങ്ങും ഉണ്ട്. എന്നാലും നമ്മുടെ ആളുകളെ അലട്ടുന്നത് ക്യാൻസറാണ്. കാരണം ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ചും മറ്റുള്ള കാരണങ്ങളൊക്കെയാണ് പറയുന്നെങ്കിലും ക്യാൻസർ ഉണ്ടോ, വന്നോ, ഇത് വന്നാൽ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ വെക്കുമോ? കാരണം ഇതിനെല്ലാം പിന്നിലൊരു മരണഭയമാണ്. നമുക്ക് അതിൽ നിന്ന് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോകുന്ന വ്യക്തികളെ മീറ്റ് ചെയ്യാനും അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിലിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നോർത്ത് ഇന്ത്യൻ സെക്ടറിൽ നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ വലിയൊരു ക്യാൻസർ അവയർനെസ് പ്രിവെൻറ്റീവ് ഓങ്കോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സ്വസ്തി ഫൗണ്ടേഷൻ തിരുവനന്തപുരം ബേസ് ചെയ്ത് ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടേഴ്സ്, സമൂഹത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു പ്രിവെൻറ്റീവ് ഓങ്കോ പ്രോഗ്രാം പദ്ധതി ആവിഷ്കരിച്ച് എയർലി ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ക്യാൻസർ വരുന്നതിന് മുമ്പായിട്ട് എടുക്കേണ്ട മുൻകൂട്ടിയുള്ള ജീവിത രീതിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ കരിയർ ഗൈഡൻസ് പോലെ ക്ലാസ്സുകൾ കൊടുക്കുകയും അതിനുള്ള പിന്നെ പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ്, ഒരു NGO ആണ് സ്വസ്തി ഫൗണ്ടേഷൻ. മിസ്റ്റർ AB ജോർജാണ് അത് ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. മയോ ക്ലിനിക് എന്ന് പറയുന്ന ഇന്ന് ലോകപ്രശസ്തമായ ക്യാൻസർ ഹോസ്പിറ്റലിലെ വളരെ പ്രസിദ്ധമായ ഡോക്ടറാണ് ഡോക്ടർ ME പിള്ള സാർ. അദ്ദേഹമാണ് അതിന് ചെയർമാനായിട്ടിരുന്ന് പ്രോഗ്രാമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർവതി ബായി തമ്പുരാട്ടി ഉണ്ട്. അവരുടെ എല്ലാം ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ട് അവരുടെ എഫേർട്ടിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരം സിറ്റി മാത്രമല്ല, കേരളത്തിൻ്റെ അക്രോസ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടേഴ്സിൻ്റെ ഒരു മോണിറ്ററിങ്ങും ഗൈഡൻസും ഉണ്ട്. അതനുസരിച്ച് അവർ ലക്ഷക്കണക്കിന് ആളുകളെ ഗൈഡ് ചെയ്യുക മാത്രമല്ല, പലരും എയർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളൊരു ക്യാൻസർ ബാധിച്ചു അല്ലെങ്കിൽ മെഡിക്കൽ റിസൾട്ടൊക്കെ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രോഗിക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ മുന്നോട്ട് പോകണം. കാരണം ഇത് പെട്ടെന്ന് ഒരു ന്യൂസ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പാനിക്കാവും. നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് വരുമ്പോൾ നമുക്ക് പല നിലകളിലുള്ള ഒരു രോഗത്തെക്കുറിച്ച് ഓൾറെഡി ഒരു ഭയമുള്ളത് കൊണ്ട് അത് നമുക്കുണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ. അന്നേരം ഇനി എന്താണെന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആകെ ഒരു പാനിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷനിൽ ഈ സ്വസ്തി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ വളരെ നല്ല രീതിയിൽ ആളുകളെ എൻകറേജ് ചെയ്യുകയും അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് ഗൈഡ് ചെയ്യുകയും അവർക്ക് അന്നേരം അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്യുന്ന പ്രത്യേക പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലായിട്ടുള്ള ആളുകളാണ്, ഡോക്ടേഴ്സാണ്, ഓങ്കോളജിസ്റ്റ്, വിവിധ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓങ്കോളജിസ്റ്റാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്.
ഒരു വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാനിതിനെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അവരുടെ പല നേതൃത്വവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഈ വർഷത്തെ അവരൊരു ഓങ്കോ സമ്മിറ്റ് ചെയ്തു. ഈ ഓങ്കോ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ലോകരാജ്യത്ത് 7 രാജ്യത്തു നിന്നുള്ള ഡോക്ടേഴ്സ്, മയോ ക്ലിനിക് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ ക്യാൻസറിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ്, ഇവരെല്ലാം വെച്ചുകൊണ്ടൊരു പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാമിനൊരു നമുക്കൊരു പാർട്ടാകാൻ കഴിഞ്ഞു. കാരണം നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള പ്രസിദ്ധരായ ഡോക്ടേഴ്സ് അവരുടെ സമയമൊക്കെ മാറ്റിവെച്ച് 3 ദിവസം വളരെ കമ്മിറ്റഡായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്തു. എങ്ങനെ പ്രിവെൻറ്റീവ് ഓങ്കോ നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ പറ്റും, എന്തൊക്കെയാണ് അതിനുള്ള പദ്ധതികൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്, ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന്, അതിനുള്ളൊരു വേ ഓഫ് ഒരു പ്രോപ്പർ ഒരു റൂട്ട് മാപ്പ് ഈ 3 ഡേയ്സും കൊണ്ട് ഹയാത്ത് റീജൻസിൽ വെച്ചില്ലായിരുന്നു. മനോഹരമായ പ്രോഗ്രാമായിരുന്നു. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നുള്ള സഹകരണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം RCC, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, മലബാർ ക്യാൻസർ സെൻറ്റർ, ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഇൻവോൾവായി. ചെന്നൈയിൽ നിന്ന് അപ്പോളോ, അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്ന് യശോദ ഹോസ്പിറ്റൽ, പിന്നെ റഷ്യയിൽ നിന്നുള്ള ഡോക്ടേഴ്സ്, മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഓൺലൈനിൽ വന്നു. പിന്നെ സമൂഹത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ വിശിഷ്ട വ്യക്തികളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല പ്രോഗ്രാം, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം ഡിസംബർ 16, 17, 18 ഹയാത്തിൽ വെച്ച് നടന്നു. നമ്മൾ ആ പ്രോഗ്രാമിൽ ഹൈലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാത്തിലും ഒരു സപ്പോർട്ടീവായിട്ട് നിന്നു. വളരെ സക്സസ്ഫുള്ളായിട്ട് ആ പ്രോഗ്രാം തീർന്നു. അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം നമ്മളൊരു ഓങ്കോ റിസർച്ച് സെൻറ്റർ, ഈ R&D എന്ന് പറയും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതൊരു ലാബിൻ്റെ സഹായത്തോടു കൂടെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടേഴ്സ്. അതിന് നമുക്ക് ഈ പുതിയ പുതിയ ക്യാൻസറുകൾ ഇപ്പം ഒരു ക്യാൻസറിൽ മാത്രം നിൽക്കുന്നില്ല, വിവിധ തരത്തിലുള്ള ക്യാൻസറുകളാണ്. അതെന്തുകൊണ്ട് വരുന്നു, എങ്ങനെ അതിനെ നമുക്ക് പ്രിവെൻറ്റീവ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കതിനെ ഫേസ് ചെയ്യാം, അഡ്രസ്സ് ചെയ്യാം, ഇതിനെക്കുറിച്ച് നമുക്ക് പ്രൊഫഷണൽസിനെയാണ് ആവശ്യമുണ്ട്. അത് റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും അതിന് വേണ്ട ഒരു പരിഹാരം കണ്ടെത്തുകയും അതിനു വേണ്ട മെഡിസിൻസുകൾ എവിടെ കിട്ടും ഇനിയും ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള, നമുക്ക് ഈവൻ ഹോസ്പിറ്റലുകൾക്ക് പോലും ഗൈഡൻസും കൺസൾട്ടേഷനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഓങ്കോ റിസർച്ച് സെൻറ്റർ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് സ്വസ്തി ഫൗണ്ടേഷനും ഹാൻസ് ലൈഫ് ഫൗണ്ടേഷനും മറ്റുള്ള ഞങ്ങളുടെ സംവിധാനങ്ങളുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ലീഗൽ കൺസൾട്ടൻസി കമ്പനീസ് ഉണ്ട്. ഒരു സംഭരണ മേഖലയിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ മൈൻഡ് കെയർ സൊല്യൂഷൻ, മെൻ്റൽ ഹെൽത്ത്, നമ്മൾക്ക് കൺസൾട്ടേഷൻ, അതായത് ഈ ഓട്ടിസം, ഡിപ്രഷൻ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക കൺസൾട്ടേഷൻ ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ കമ്പനീസ് ഉണ്ട്. അത് ഈ കമ്പനികളുടെ എല്ലാം CSR ഫണ്ട്, നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, ഈ കമ്പനികളുടെയൊക്കെ സഹകരണത്തോടു കൂടെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നടത്തുന്നത്. അപ്പോൾ തന്നെ അഹമ്മദാബാദ് ബേസ് ചെയ്തുള്ള JG യൂണിവേഴ്സിറ്റി, ജുവൽ ഓഫ് ഗുജറാത്ത്, ആ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കേരളത്തിൽ നിന്ന് അഹമ്മദാബാദിൽ വർഷങ്ങൾക്ക് മുമ്പ് പോയ ഒരു മാന്യ സാറുണ്ട്, ഡോക്ടർ MB ചന്ദ്രൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും സഹകരണവും നമുക്കിതിലുണ്ടായിരുന്നു. അവർ ഫൈനാൻഷ്യലായിട്ട് മാത്രമല്ല, അദ്ദേഹത്തെ ഫിസിക്കൽ പ്രസൻസ് വരികയും 3 ദിവസം പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ആ ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടറുണ്ട് ജോസ് മാത്യു. അതുപോലെ തന്നെ 2008 ഗുജറാത്തിൽ ഇന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ശ്രീ നരേന്ദ്ര മോദി സാറിൻ്റെ ഒരു പ്രത്യേക വിഷനിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പണ്ഡിറ്റ് ദീൻദയാൽ എനർജി യൂണിവേഴ്സിറ്റി. അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ 3 ദിവസം പങ്കെടുത്തു. അതിൻ്റെയൊക്കെ ഇത് ഞാൻ പറഞ്ഞതിന് കാരണം അവിടെ ഓൾറെഡി ഒരു R&D തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാൻസറുകളെ റിസർച്ച് ചെയ്യുകയും അതിൻ്റെ മെഡിസിൻസ് കണ്ടുപിടിക്കുകയും അതിൻ്റെ പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അതിൻ്റെ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ നടത്തുന്ന ഈ ഫിഷിലാണ്, നമ്മുടെ മോളിക്കുൾ, അതുപോലെ തന്നെ ഈ ഫിഷ് ഉണ്ട്, സീബ്ര ഫിഷ് എന്ന് പറഞ്ഞാൽ, അതിലൊക്കെയാണ് അത് നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഹൈടെക് ലാബ്, AI ഹൈടെക് ലാബ് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ താമസിക്കാതെ മറ്റുള്ള ഇന്ത്യയിലെ സിറ്റികളിൽ ഇതുപോലെ പ്രിവെൻറ്റീവ് ഓങ്കോസ് നടത്തുകയും ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക, എയർലി ഡിറ്റക്ഷൻ കൊടുക്കുക, അങ്ങനെ ഏതെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നവരെ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളിലാണ് ഇപ്പം കൂടുതലും മുഴുകി നിൽക്കുന്നത്. തീർച്ചയായും കൺഗ്രാജുലേഷൻ സാർ. ഞങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണം. കാരണം ജനങ്ങൾക്ക് ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇതേപോലെ സംഘടനകൾ ഉണ്ടെങ്കിലാണ് ഇനി വരും
തലമുറക്കെങ്കിലും കുറച്ച് മുമ്പേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇതിൽ പങ്കെടുത്തതിന് സാറിന് വളരെ നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.